ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മറ്റൊന്നുമല്ല, നമ്മുടെ ലിവർപൂൾ വേഴ്സസ് മാൻ യുണൈറ്റഡ് മാച്ച് പ്രിവ്യൂ. നമ്മുടെ ഡേർബി ആർച്ച് റൈവൽസ് ആയിട്ട് ലിവർപൂളിനെതിരെ യുണൈറ്റഡ് ആൻഫീൽഡ് പോയിട്ട് കളിക്കാൻ പോവാണ് ഈ 19-ാം തീയതി. സോ അതിൻ്റെ മാച്ച് പ്രിവ്യൂ നമുക്കൊന്ന് സംസാരിക്കാം. സോ അതിൽ നമ്മൾ കവർ ചെയ്യാൻ ടോപ്പിക്ക് ആസ് യൂഷ്വൽ പ്രെഡിക്റ്റഡ് ലൈനപ്പ്, ടാക്ടിക്കൽ സംഭവങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കുകയാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, അതേപോലെ തന്നെ കീ പ്ലെയേഴ്സ്, പിന്നെ നമ്മുടെ കീ ബാറ്റിൽസ്, പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആരാണ് റെഫറി എന്നുള്ള സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോൻ്റെ അവസാനം നമ്മൾ സ്കോർ പ്രഡിക്ഷൻസിനുള്ള ചോദ്യം ചോദിക്കും. സോ അതിൽ നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻസിലുള്ള കമൻറ്റ് താഴെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ആൻഡ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ യുണൈറ്റഡ് ഫാൻസിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ. സോ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ലിവർപൂൾ ആർ ദ ഫേവറേറ്റ്സ് ടു വിൻ, അല്ലെങ്കിൽ യുണൈറ്റഡ് ആർ ദ അണ്ടർ ഡോഗ്സ്, അങ്ങനെ പറയാം. സോ നമ്മുടെ ടീം അണ്ടർ ഡോഗ്സ് ആണ്. അതിന് മെയിൻ കാരണം നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസ് ആണ്. നമ്മൾ സ്റ്റേബിൾ ഇല്ലാത്തൊരു ടീമാണ്, അത്ര ബാലൻസ്ഡ് ഉള്ളൊരു ടീമാണ്. പക്ഷേ നേരെ തിരിച്ച് ലിവർപൂൾ നോക്കുമ്പോൾ അവിടെ ഒരു സ്റ്റേബിളായ ടീമുണ്ട്, ഒരു സ്റ്റേബിളായ മാനേജറുണ്ട്, ഒരു സ്റ്റേബിളായ എൻവയോൺമെൻറ്റ് ഉണ്ട്. ശരിയാണ്, അവർ കഴിഞ്ഞ 3 കളി പൊട്ടി പോളിസായി നിൽക്കുകയാണ്. പക്ഷെ എന്നാലും ദേ ആർ സ്റ്റിൽ ദ ഫേവറേറ്റ്സ്. കാരണം ദേ ആർ ദ ലീഗ് ചാമ്പ്യൻസ്. അവർ അത്രയും റെക്കോർഡ് സൈനിങ്, അതായത് ഐ തിങ്ക് ദേ ഡിഡ് 2 മേജർ റെക്കോർഡ് ബ്രേക്കിംഗ് സൈനിങ്സ് ഈ സമ്മറിൽ. സോ ദേ ആർ ഒബ്വിയസ്ലി ദേ ആർ ദ ഫേവറേറ്റ്സ്. അതിന് കഴിഞ്ഞപ്പോൾ മീഡിയ അതിനൊക്കെ എങ്ങനെ വളച്ചൊടിച്ചാലും യുണൈറ്റഡ് ആർ ദ അണ്ടർ ഡോഗ്സ്. ശരിയാണ്, ഇപ്പോൾ കഴിഞ്ഞൊരു 3 കളി എടുത്ത് പോയി കഴിഞ്ഞാൽ ലിവർപൂൾ 3 കളി പൊട്ടി, യുണൈറ്റഡ് 2 കളി ജയിച്ചു, ഒരു കളി പൊട്ടി ബ്രെൻഫോർഡിനായിട്ട്. സോ ലീഗ് ഫോമിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 3 കളി എടുക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ആണ് ബെറ്റർ. പക്ഷേ ആസ് ഇൻ നമ്മൾ 2 ഹോം മാച്ച് കളിച്ചിട്ടുണ്ട് അതിൽ. അതേപോലെ തന്നെ ലിവർപൂൾ എല്ലാം എവേ ഗെയിംസാണ് കളിച്ചിട്ടുള്ളത്. സോ അതൊരു മേജർ ഫാക്ടറാണ്. പിന്നെ ആൻഫീൽഡ് പോയിട്ട് ജയിക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഭവമല്ല. അത് ഏത് ടീമിനും എളുപ്പമുള്ളതല്ല. എസ്പെഷ്യലി ഇവനറ്റിന് ഒരിക്കലും എളുപ്പമാവില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. റൂബൻ അമോറിമിന് ഒരു വലിയൊരു ടെസ്റ്റാണ്. റൂബൻ അമോറിമിൻ്റെ മേ ബി കരിയറിൽ തന്നെ മറിയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഈ ഗെയിമിൽ സംഭവിക്കാം. ഇതിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു മേജർ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കളി ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ പ്ലേയേഴ്സാണ്. ഇതിൽ അമോറിമിനും അല്ലെങ്കിൽ ഇനിയോസിനും ഗ്ലേസേഴ്സിനും അത്ര വലിയ പങ്കുണ്ടാവില്ല. കാരണം ആസ് യൂഷ്വൽ അമോറിം സെറ്റപ്പ് ചെയ്യുന്ന സിസ്റ്റം നമുക്കറിയാം. കുറേ മാസങ്ങളായിട്ട് പ്ലേയേഴ്സ് സിസ്റ്റം കളിക്കുന്നുണ്ട്. സോ ഒബ്വിയസ്ലി പ്ലേയേഴ്സിൻ്റെ കയ്യിലാണ് ഈ കളി ഇരിക്കുന്നത്. 100% പ്ലേയേഴ്സിൻ്റെ കയ്യിലാണ് ഈ കളി ഇരിക്കുന്നത്. അത് ആര് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ബെഞ്ചിൽ നിന്ന് വന്ന പ്ലേയേഴ്സ് ആണെങ്കിലും അവരുടെ കയ്യിലാണ് ഈ കളി ഇരിക്കുന്നത്. അതേപോലെ തന്നെ ലിവർപൂളായാലും. പക്ഷേ ലിവർപൂൾ ചെറിയൊരു സംഭവമുണ്ട്, അതായത് സ്ലോട്ടിന് ഇതുവരെ അവിടുത്തെ ഒരു ബാലൻസ്ഡ് 11 കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. സോ സ്ലോട്ട് ഹാസ് ടു, അല്ലെങ്കിൽ സ്ലോട്ട് അത് അഡാപ്റ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് സ്ലോട്ട് എന്തായാലും ചെയ്യുന്ന ഉറപ്പാണ്. കാരണം അവിടെ ഒരു സ്റ്റേബിൾ എൻവയോൺമെൻറ്റ് ഉണ്ട്, യുണൈറ്റഡ് പോലെയല്ല. പിന്നെ അത്ര മീഡിയ പ്രഷറും ലിവർപൂളിനില്ല. സോ ഇപ്പോൾ യുണൈറ്റഡിനാണ് 3 കളി തോറ്റിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലോകം തിരിഞ്ഞു നിന്നേനെ, ലൈക്ക് അങ്ങനെ മീഡിയ ആക്കി തീർത്തേനെ അതിനെ. ലിവർപൂളായ കാരണം നോബഡി ഈസ് ബോതേഡ്. പക്ഷേ എന്ന് വെച്ചിട്ടാലും നമുക്ക് നമ്മുടെ റൈവൽസിനെ അങ്ങനെ വെറുതെ കാണാൻ പറ്റില്ല. ദേ ആർ വെരി കോൺഫിഡൻറ്റ് ടീം. അവരെന്തായാലും ജയിക്കാൻ വേണ്ടി തന്നെ കളിക്കുള്ളൂ, പ്രത്യേകിച്ച് ആൻഫീൽഡിലാണ്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്സിലൂടെ ഒന്ന് വരാം. അതായത് നമ്മൾ ഒരു 4-5 സെക്ഷൻസ് ആസ് യൂഷ്വൽ നമ്മളെല്ലാം പ്രിവ്യൂ ചെയ്യുന്ന പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ പ്രെഡിക്റ്റഡ് ലൈനപ്പിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഗ്രാഫിക്സിൽ കാണുന്ന പോലെ ഞാൻ ഇവിടെ പറയുന്ന യുണൈറ്റഡിൻ്റെ ലൈനപ്പാണ്. കാരണം ഇത് നമ്മുടെ ചാനലാണ്, യുണൈറ്റഡിൻ്റെ ചാനലാണ്, അതുകൊണ്ടാണ്. സോ യുണൈറ്റഡിൻ്റെ ലൈനപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സെൻ എലമെൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് യോറോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. യോറോ, ഡിലീറ്റ് ആൻഡ് ഷോ ആയിരിക്കും CB പാർട്ണർഷിപ്പ്. റൈറ്റ് സെൻറ്റർ ബാക്കായിട്ട് യോറോ, സെൻട്രൽ ബാക്കായിട്ട് ഡിലീറ്റ് ആൻഡ് ഷോ ആസ് ലെഫ്റ്റ് സെൻറ്റർ ബാക്ക്. അതിൽ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിങ് ബാക്സിലോട്ട് വന്നു കഴിഞ്ഞെങ്കിൽ എനിക്കിവിടെ ഡൗട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് അമോറിം കുറച്ച് ഡിഫെൻസീവായിട്ട് സെറ്റപ്പ് ചെയ്യാനുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫെൻസീവായി സെറ്റപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അമോറിം കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഡിയാഗോ ഡാലോനെയാണ് അമാദിന് പകരം. ഡിയാഗോ ഡാലോ റൈറ്റ് വിങ് ബാക്കും ഡോർഗു ലെഫ്റ്റ് വിങ് ബാക്കുമായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കളിക്കാൻ പോകുന്ന ഡോർഗു ആയിരിക്കും. കാരണം അത്രയും കുറച്ചും കൂടി അത്ലറ്റിക് ആയ കാരണം. സോ ഹി ക്യാൻ റൺ അപ്പ് ആൻഡ് ഡൗൺ, മൂപ്പർക്ക് എല്ലാ 90 മിനിറ്റ്സ് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഡിയാഗോ ഡാലോനെ മിക്കവാറും അമോറിം ഒരു ഇൻവേർട്ടഡ് ആയിട്ട് മിഡ്ഫീൽഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാക്സിന് ഒരു സപ്പോർട്ട് കൊടുക്കാനോ ഡിയാഗോ ഡാലോനെ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ചില സിനാരിയോസിൽ മേ ബി നമ്മൾ അറ്റാക്കിംഗ് ഫേസിലൊക്കെ ആണെങ്കിൽ മേ ബി ഡിയാഗോ ഡാലോ ചിലപ്പോൾ ആ വിങ് ബാക്കിൽ അറ്റാക്ക് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. സോ അതാണ് എൻ്റെ വിങ് ബാക്ക് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. പ്രെഡിക്റ്റഡ് ആണ്. അതേപോലെ തന്നെ മിഡ്ഫീൽഡിലോട്ട് വരുമ്പോൾ ഐ തിങ്ക് സ്വാഭാവികമായിട്ടും അമോറിമിൻ്റെ 2 ഫേവറേറ്റ് മിഡ്ഫീൽഡേഴ്സ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ബിഗ് ഗെയിമിലൊക്കെയാണ് കളിക്കാനാണെങ്കിൽ കസമീറോ ആൻഡ് ബ്രൂണോ ആണ്, അല്ലെങ്കിൽ ഉഗാർത്തെ ആൻഡ് കസമീറോ. എനിക്ക് കുറച്ചുകൂടി പ്രിഫേർഡ് ആയിട്ട് തോന്നുന്നത് ഈ കളിക്ക് ഉഗാർത്തെ ആൻഡ് മെയിനു മിഡ്ഫീൽഡ് കളിക്കണം എന്നാണ്. ഇപ്പോൾ റിപ്പോർട്ട്സ് പ്രകാരം ദർ ഇസ് ഹൈ ചാൻസ് ഉഗാർത്തെ മൈറ്റ് സ്റ്റാർട്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. സാമുവൽ പ്രാറ്റ്ഹേഴ്സ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ സണ്ണിൻ്റെ റിപ്പോർട്ടറാണ്. സോ അത് കാരണം വലിയ മെച്ചൊന്നൊരു റിപ്പോർട്ട്. സോ അത് കാരണം ഞാൻ അങ്ങോട്ട് അധികം പോകുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്കവാറും കസമീറോ ബ്രൂണോനായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പ്രിഫേർഡ് ഓപ്ഷൻ മെയിനു ആൻഡ് ഉഗാർത്തയാണ്. കാരണം ഞാനത് മറ്റേ ടാക്ടിക്കൽ സംഭവങ്ങൾ പറയുമ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം.
ഇനി നമ്മുടെ അറ്റാക്കിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെസ്കോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രെഡിക്റ്റ് എല്ലാവരും സെസ്കോ എന്തായാലും ഉണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ 2 കളി 2 ഗോൾ അടിച്ച് ഫ്ലോപ്പാക്കി മാറ്റാൻ നോക്കുന്ന പ്ലെയറാണ്. പക്ഷേ ഐ തിങ്ക് ഹി ഹാസ് ടു സ്റ്റാർട്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഫോമിലുള്ള പ്ലെയറാണ് സെസ്കോ. അവൻ്റെ റിതം ഹീസ് അഡാപ്റ്റിംഗ് ടു ദ ടീം, നന്നായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ എംബൂമോ റൈറ്റ് സൈഡിലും എൻ്റെ പ്രഡിക്റ്റഡ് ലൈനപ്പിൽ മൗണ്ട് ലെഫ്റ്റ് സൈഡിലും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. കുനിയ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ ഐ തിങ്ക് മൗണ്ട് ഫിറ്റ് ആണെങ്കിൽ അമോറിം വിൽ പിക്ക് മൗണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം മൗണ്ടിൻ്റെ വർക്ക് റേറ്റും അതേപോലെ തന്നെ ഇൻ്റലിജൻസും ഐക്യും ഈ ഗെയിമിൽ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കോംപ്രമൈസ് വരുത്താത്തൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ അമോറിം മിക്കവാറും മൗണ്ടിനായിരിക്കും പിക്ക് ചെയ്യുക. മേ ബി സബ്ബായിട്ട് സെക്സി കുനിയ അങ്ങനത്തെ ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ പ്രെഡിക്റ്റഡ് ലൈനപ്പിൽ. നിങ്ങളുടെ ഇവിടെ ഗ്രാഫിൽ കാണുന്ന പോലെ ഇതാണ് എൻ്റെ പ്രെഡിക്റ്റഡ് ലൈനപ്പ്. ഇതിൽ സെയിം ആസ് നമുക്ക് എല്ലാവർക്കും ഇഷ്യൂ ഉള്ള പോലെ മിഡ്ഫീൽഡാണ് എൻ്റെയും വറി. ഞാൻ പ്രെഡിക്റ്റഡ് ലൈനിൽ കാണിച്ച പോലെ മെയിനും അനുകാർത്തിയാണ് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ മേ ബി നാളെ അല്ലെങ്കിൽ 19th അമോറിം ഈ ടീം തന്നെ പിക്ക് ചെയ്യണമെന്നില്ല. ഇത് എൻ്റെ പ്രെഡിക്റ്റഡ് ലൈനപ്പാണ്. ഇനി നമുക്ക് ഈ കളിയിലെ ടാക്ടിക്സിനെ കുറിച്ച് സംസാരിക്കാം. അതായത് യുണൈറ്റഡിൻ്റെ പെർസ്പെക്റ്റീവ് എന്നുള്ള ടാക്ടിക്സ്. ലിവർപൂളിന് അവരുടെ ടാക്ടിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർ 4-2-3-1 വെച്ചിട്ടാണ് അവർ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. അതേപോലെ തന്നെ ചില സമയത്ത് 4-4-2 ആവാറുണ്ട്, ചില സമയത്ത് അത് 4-3-3 ആവാറുണ്ട്. അത് സ്ലോട്ട് കുറച്ച് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു മാനേജറും കൂടിയാണ്. ഐ മീൻ ഇൻ ഗെയിമിൽ അമോറിമും അഡാപ്റ്റ് ചെയ്യുന്ന ഒരു മാനേജറാണ് ഇൻ ഗെയിമിൽ. അത് കാണേണ്ട ആൾക്കാർക്ക് കാണും, കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് കാണില്ല. അത് അങ്ങനെയാണ്. അപ്പോൾ അതിലോട്ട് അധികം കിടക്കുന്നില്ല. അപ്പോൾ യുണൈറ്റഡ് മിക്കവാറും ബിൽഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 3-4-3 അല്ലെങ്കിൽ 3-4-2-1 വെച്ചിട്ടൊരു ഫോർമേഷനിലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ബിൽഡിംഗ് ഫേസിൽ മിക്കവാറും ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ നോക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ലിവർപൂൾ നന്നായിട്ട് പ്രസ് ചെയ്യുന്നൊരു ടീമാണ്. ശരിയാണ്, നമ്മുടെ ഈ സീസണിലെ ലിവർപൂളിൻ്റെ പ്രസ്സിങ് അത്ര ശരിയല്ല. പക്ഷേ എന്നാൽ യുണൈറ്റഡിൻ്റെ കളി അത്ര ശരിയല്ല. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് എന്തായാലും മിസ്റ്റേക്സ് വരുത്തും ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ. സോ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നില്ല അത് 3-4-2-1 ആയി മാറുന്നുള്ളത്. ഐ തിങ്ക് വി മൈറ്റ് ബിൽഡ് വിത്ത് 3-5-2. അതായത് നമ്മൾ മിഡ്ഫീൽഡ് ഓവർലോഡ് ചെയ്തിട്ട് നമ്മുടെ 2 അറ്റാക്കേഴ്സിനെ, അതിൽ മെയിനായിട്ട് എംബൂമോയും സെസ്കോയും ആയിരിക്കും നമ്മുടെ 2 അറ്റാക്കേഴ്സായിട്ട് ടാർഗറ്റ് മാനേഴ്സ് നിൽക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ കണ്ട പോലെ സെസ്കോയ്ക്ക് പന്ത് എത്തിക്കുക, അവൻ്റെ ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്തിട്ട് എംബൂമോന് ടാപ്പിൻ പോലെ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഹെഡ് ചെയ്തിട്ട് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ നോക്കുക. നമ്മൾ എഗെയിൻസ്റ്റ് സണ്ടർലാൻഡ് നമ്മൾ കണ്ട പോലത്തെ കളിയായിരിക്കും മിക്കവാറും കാണാൻ പോകുന്നത്. നമ്മൾ ഗെയിമിലുള്ളപ്പോൾ, അതായത് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഓഫ് ദ ബോളിൽ ഐ തിങ്ക് വാട്ട് അമോറിം ഈസ് ഗോയിങ് ടു ഡു ഈസ് ലൈക്ക് മൗണ്ടിനെ മിക്കവാറും ഡീപ്പിലേക്ക് വലിക്കും. ഒരു ബ്രൂണോ മൗണ്ട് കോമ്പിനേഷൻ, അല്ലെങ്കിൽ ബ്രൂണോ മൗണ്ട് കസിമിറോ. ഞാൻ പറയാൻ കാരണം കസിമിറോ ബ്രൂണോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു മൗണ്ട് ബ്രൂണോ കസിമിറോ മിഡ്ഫീൽഡിലായിരിക്കും മിക്കവാറും പാക്ക് ചെയ്യാൻ പോകുന്ന അമോറിം മിഡ്ഫീൽഡിൽ. അതിൽ പ്രത്യേകിച്ച് മൗണ്ടിൻ്റെ ഇൻ്റലിജൻസ് ആൻഡ് ഐക്യു വളരെ ഉപകാരപ്പെടും. അതേപോലെ തന്നെ ബ്രൂണോൻ്റെ ലോങ് റേഞ്ച് പാസിംഗ് അടിപൊളി നമുക്കറിയാം. പിന്നെ കസമിറോൻ്റെ എക്സ്പീരിയൻസും അതിൽ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എഗെയിൻസ്റ്റ് ലിവർപൂൾസ് മിഡ്ഫീൽഡ് നമ്മൾ വളരെ മീഡിയോക്കർ മിഡ്ഫീൽഡാണ് ആ 3 പേരും. പക്ഷേ എന്നിരുന്നാൽ നമുക്ക് വേറെ പ്ലേയേഴ്സ് ഇല്ല ഇപ്പോൾ. സോ ആ ഒരു സിനാരിയോയിൽ ഞാൻ മിക്കവാറും, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ മെയിനോനെ ഉഗാർത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ബ്രൂണോ ആൻഡ് കസമിറോ മെയിനും ഉഗാർത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഈ ലിവർപൂളിൻ്റെ പ്രസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പല ചാനൽസിലും നമ്മൾ കാണുന്നൊരു സംഭവമാണ്, ലിവർപൂളിൻ്റെ പ്രസ് അത്ര എഫക്റ്റീവ് അല്ല. സോ അവർ നമ്മുടെ പഴയ ടെൻഹാഗിൻ്റെ ഒരു പ്രശ്നം പോലെ അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ 3 കളി എടുത്തു പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒട്ടുമിക്ക കളി എടുത്തു പോയി കഴിഞ്ഞാലും ആ പ്രശ്നം അവർക്ക് ഉണ്ട്. അതായത് മിഡ്ഫീൽഡിൽ ഭയങ്കരമായിട്ട് സ്പേസ് ക്രിയേറ്റ് ആവുന്നു. അതേപോലെ തന്നെ ഡിഫൻസീവ് എറേഴ്സും സംഭവിക്കുന്നു. മിഡ്ഫീൽഡേഴ്സ് റണ്ണേഴ്സിനെ പിക്ക് ചെയ്യാതിരിക്കുന്നു. പിന്നെ ബാക്കി ടീംസൊക്കെ ചില ഏരിയാസിൽ, പ്രത്യേകിച്ച് മിഡ്ഫീൽഡിലും വിങ്ങിലൊക്കെ ചില ടീംസ് ഇവരെ ഓവർലോഡ് ചെയ്യും. അതായത് ഇപ്പോൾ 2 ലിവർപൂൾ പ്ലേയേഴ്സ് ആണെങ്കിൽ അവിടെ ഇപ്പോൾ ക്രിസ്റ്റൽ പാലസ് ഒക്കെ ചെയ്ത പോലെ 3 പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഓവർലോഡ് ചെയ്തിട്ട് പന്ത് പ്രോഗ്രസ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതേ ഏർപ്പാടായിരിക്കും നമ്മളും ചെയ്യാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആ ഒരു സമയത്ത് നമ്മൾ മിഡ്ഫീൽഡിൽ കോബി കളിക്കുന്ന സമയത്താണെങ്കിൽ കോബിക്ക് റൺ ചെയ്യാനായിട്ട് കുറേ സ്പേസ് ഇൻ ബിഹൈൻഡ് മിഡ്ഫീൽഡേഴ്സിൻ്റെ ബാക്കിൽ കുറേ സ്പേസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ തന്നെ വേറൊരു എഫക്റ്റീവായിട്ട് സംഭവം വരാൻ പോകുന്നത് ഉഗാർത്തേൻ്റെ ഇതാണ്, ഇൻറ്റൻസിറ്റി ആൻഡ് അത്ലറ്റിസിസമാണ്. കാരണം ഉഗാർത്തെ ഒരു ബോൾ വിന്നിങ് മിഷനാണ് നമുക്കറിയാം. ശരിയാണ്, പാസിങ്ങോ അല്ലെങ്കിൽ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാറില്ല. പക്ഷേ ഹീ ക്യാൻ വിൻ ദ ബോൾ ബാക്ക്. അതായത് ഇപ്പോൾ ബോൾ ലൂസായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിവർപൂളിൻ്റെ കയ്യിൽ നിന്ന് ചാടി പിടിച്ച് ഓടി പന്ത് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഉഗാർത്തെ. നന്നായി കളിച്ചാൽ അത് കഴിഞ്ഞാൽ നമ്മൾ ആൻഫീൽഡിൽ കണ്ടാണ് ഉഗാർത്തിൻ്റെ പെർഫോമൻസ്. അതേ പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ ഉഗാർത്തിനെ വെച്ചുകൊണ്ട് നമുക്ക് ബോൾ വിൻ ചെയ്ത് കോബിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോബി മേ ബി ക്യാൻ പ്രോഗ്രസ് ദ ബോൾ ആൻഡ് നമുക്ക് ആ ഒരു സ്പേസ് കണ്ടെത്തി വി ക്യാൻ ബ്രിങ് എംബൂമോ, മൗണ്ട് ആൻഡ് സെസ്കോ ഇൻ ടു ദ ഗെയിം. അപ്പോൾ അങ്ങനത്തെ കുറേ ചാൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം സ്ലോട്ട് വേറെ വല്ല ഫോർമേഷനുമാണ് ചെയ്യുന്നതെങ്കിൽ അറ്റ് ദാറ്റ് ടൈം അമോറിം ഹാസ് ടു ഫൈൻഡ് അഡാപ്റ്റേഷൻ. ആ ഒരു സിസ്റ്റം വെച്ച് അഡാപ്റ്റ് ചെയ്ത് മിക്കവാറും ചെയ്യേണ്ടി വരും. ഈ ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡ് അത്രയും അത്ലറ്റിക് ആയതുകൊണ്ടും നല്ല ക്വാളിറ്റി മിഡ്ഫീൽഡേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കൊണ്ട് മിഡിൽ കൂടെ പന്ത് പ്രോഗ്രസ് ചെയ്യാതെ മാക്സിമം വിങ്ങിലൂടെ വലിപ്പിച്ച് കളിപ്പിക്കാൻ നോക്കിയായിരിക്കും ബെസ്റ്റ് സൊല്യൂഷൻ. കാരണം അവർ ആ ഒരു ഏരിയയിൽ കുറച്ച് വൾണറബിളാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കയ്യിലാണ് ഈ ഗെയിം ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സ് 100% എഫേർട്ടും 100% കോൺസെൻട്രേഷനും മെൻറ്റാലിറ്റിയും കാണിച്ച് കളിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ്.
കാരണം നമ്മുടെ പ്ലേയേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 50-50 ചാൻസാണ് ഞാൻ എടുക്കുള്ള സംഭവത്തിൽ. കാരണം എപ്പോഴാണ് ഇവന്മാർ എന്തെങ്കിലും മണ്ടത്തിനും കാണിക്കാൻ നമുക്ക് അറിയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഒരു സംഭവം ഉള്ളത്, ടാക്ടിക്കലി നമ്മൾ അധികം കയറി പ്രസ് ചെയ്തിരിക്കാൻ നല്ലത് ലിവർപൂളിനെ. കാരണം നമ്മൾ വെറുതെ കയറി ലിവർപൂളിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ഇത്രയും കാലം നന്നായിട്ട് പ്രസ് ചെയ്ത് കളിച്ചൊരു ടീമാണ്. അവർക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ഓൺ ഫീൽഡ് കോച്ചിൻ്റെ ആവശ്യമില്ല, പ്ലേയേഴ്സിന് തന്നെ അറിയാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സാണ്, ഹൈ ക്വാളിറ്റി, ഹൈ ഇൻറ്റൻസിറ്റി, ഹൈ IQ വെച്ച് കളിക്കുന്ന പ്ലേയേഴ്സാണ് ലിവർപൂളിൻ്റെ. അപ്പോൾ നമ്മൾ ചുമ്മാ കയറി പ്രസ് ചെയ്ത് നമ്മൾ പ്രസ് ബ്രേക്ക് ചെയ്ത് അവർ മിഡിലൂടെ പന്ത് പ്രോഗ്രസ് ചെയ്ത് ഗോൾ അടിപ്പിക്കുന്നത് നല്ലത്. അവർ വരുന്നവരെ ബോൾ അവർ കീപ്പ് ചെയ്ത് നമ്മുടെ അടുത്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ കൗണ്ടറിൽ ചാൻസിൻ്റെ കളിക്കാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനെ നടക്കാൻ പോകണം എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് നടക്കുന്നുള്ളത് എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കയ്യിലാണ്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആണ് രണ്ട് ടീമിൻ്റെയും. അപ്പോൾ ഞാനിവിടെ കുറച്ച് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്, ഞാനത് വായിക്കാം. സോ എൻ്റെ കാഴ്ചപ്പാട്, ഞാൻ കളി കണ്ടിടത്തോളം എൻ്റെ കാഴ്ചപ്പാടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ ആദ്യം പറയുന്നത് ലിവർപൂളിൻ്റെ സ്ട്രെങ്ത് ആണ്. ലിവർപൂളിൻ്റെ സ്ട്രെങ്ത് ഇപ്പോഴും ടീം ബാലൻസ് ആണ്. അവർക്ക് നല്ലൊരു കോർ ടീമുണ്ട്, അവർക്കൊരു കോർ സ്പൈൻ ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ഗോൾ കീപ്പർ ടു ദ അറ്റാക്ക് അവർക്ക് നല്ലൊരു കോർ സ്പൈൻ ഉണ്ട്. യുണൈറ്റഡിന് അതില്ല ആക്ച്വലി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ലിവർപൂളിൻ്റെ സ്ട്രെങ്ത് ആണ്. പിന്നെ അവരുടെ മിഡ്ഫീൽഡാണ് നല്ലൊരു സ്ട്രെങ്ത്. കാരണം അവർക്ക് ഇപ്പോഴും നല്ല ക്വാളിറ്റി മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. ശരിയാണ്, ചില സമയങ്ങളിൽ അവർക്ക് ആ ഒരു റിതം കണ്ടെത്താൻ പറ്റുന്നില്ല മിഡ്ഫീൽഡിൽ, അവർ ചില സമയത്ത് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ എന്നാലും കമ്പയർ ടു യുണൈറ്റഡ്, ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡ് അന്യായ മിഡ്ഫീൽഡാണോ ഒന്നും പറയാനില്ല. ഐ റെസ്പെക്ട് ദം ഫോർ ദാറ്റ്. ആ ഒരു അങ്ങനെ അവർ സെറ്റ് ചെയ്തെടുത്തതിൽ. ഇനി പറയാനുള്ള യുണൈറ്റഡിൻ്റെ സ്ട്രെങ്ത് ആണ്. സോ അതിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ച പോലെ നമ്മുടെ സ്ട്രെങ്ത് അറ്റാക്കാണ്, അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് വിങ് പ്ലേ ആണ്, അതേപോലെ നമ്മുടെ സ്ട്രെങ്ത് ഡിഫൻസാണ്. സോ നമ്മൾ ഈ 3 കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിതിൽ 5-2, 6-3, 7-0 ഒന്നും പറയുന്നില്ല, കാരണം എനിക്ക് ഏറെ കയറാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ അറ്റാക്ക് ഒരു സ്ട്രെങ്ത് ആണ്. എംബൂമോ, കുനിയ ഉണ്ടെങ്കിൽ കുനിയ, മൗണ്ട് ആൻഡ് സെസ്കോ ഒരു സ്ട്രെങ്ത് ആണ്. പിന്നെ ബ്രൂണോൻ്റെ ത്രൂ ബോൾസ് ഒരു സ്ട്രെങ്ത് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അറ്റാക്ക് എന്നുള്ളത്. പിന്നെ നമ്മുടെ വിങ് പ്ലേ ആണ്. ഇപ്പോൾ ലെറ്റ്സ് അമാദ് കളിക്കുകയാണ് അല്ലെങ്കിൽ ഡോർഗോ ഒക്കെ ഉണ്ടെങ്കിൽ ദേ ക്യാൻ പുട്ട് ഇൻ ക്രോസസ്. അവരുടെ ലിവർപൂൾ ഡിഫൻഡേഴ്സിനെ കുറച്ചൊന്ന് വെള്ളം കുടിപ്പിക്കുന്ന പ്ലേയേഴ്സാണ്. സോ അത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. പിന്നെ നമ്മുടെ ഡിഫൻസ് തന്നെയാണ്, സോളിഡ് ഡിഫൻസ് നമുക്ക് ഉണ്ട്. ഇൻക്ലൂഡിംഗ് ഇപ്പോൾ പുതിയ ഗോൾ കീപ്പർ വന്നതിന് ശേഷം നമ്മുടെ ഡിഫൻസ് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആണ്. സോ വി ഹാവ് എ സോളിഡ് ഡിഫൻസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന വീക്ക്നെസ് ആണ് രണ്ട് ടീമിൻ്റെയും. ഈ രണ്ട് ടീമിലും വലിയ വലിയ വീക്ക്നെസ്സുകളുണ്ട്. അതിൽ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് നമ്മുടെ യുണൈറ്റഡ് ടീമിനെയാണ്. അതിൽ നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ് നമുക്ക് ഇപ്പോൾ അറിയാവുന്ന പോലെ തന്നെ മിഡ്ഫീൽഡ് വളരെ ലെത്താർജിക്കാണ്. അതായത് വളരെ സ്ലോ ആയിട്ടുള്ള, എന്താ പറയുക, വൺ ടച്ച് പാസ് കളിക്കാൻ പറ്റാത്ത, ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡേഴ്സ് നമുക്കുണ്ട്. പിന്നുള്ളത് നമ്മുടെ ടീം കൊഹീഷനാണ്. അതായത് നമുക്കൊരു ടീമായിട്ട് കളിക്കാൻ പറ്റുന്നില്ല. പല പ്ലേയേഴ്സും ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും ഒരു ടീമായിട്ട് യുണൈറ്റഡിന് കളിക്കാൻ പറ്റുന്നില്ല. സോ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ആൻഫീൽഡ് പോലൊരു ഗ്രൗണ്ടിൽ പോകുമ്പോൾ ഒരു ടീമായിട്ട് കളിച്ചേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ഉള്ളത് നമ്മുടെ ഓരോ പ്ലെയറിനും സ്ട്രെങ്ത് എന്നാണെന്ന് മറ്റേ പ്ലെയർക്ക് അറിയില്ല. അതൊരു വലിയൊരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിലാണ് ഈ ടീം കൊഹീഷൻ വരുന്നത്. ഇനി ഞാൻ പറയുമ്പോൾ ലിവർപൂളിൻ്റെ വീക്ക്നെസ് ആണ്. ഇവിടെയാണ് നമ്മൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടതും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാല പറഞ്ഞ പ്ലെയർ ഒരിക്കലും ട്രാക്ക് ബാക്ക് ചെയ്യില്ല. സാല അങ്ങനെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ട്രാക്ക് ബാക്ക് ചെയ്യുന്ന പ്ലെയർ അല്ല. സോ അത് അവർക്കൊരു വൾണറബിലിറ്റി തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെ അവരുടെ മിഡ്ഫീൽഡ് ചില സമയത്ത് എക്സ്പോസ് ആവുന്നുണ്ട്. കാരണം ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡർ സാലേനെ കവർ ചെയ്യാനായിട്ട് കയറി പോകുമ്പോൾ അവർ എക്സ്പോസ് ആവുന്നുണ്ട്. പിന്നെ അവരുടെ വീക്ക്നെസ് ഉള്ളത് അവരുടെ സെക്കൻഡ് ഡിഫൻഡറായിട്ടുള്ള കൊനാട്ടയാണ്. ചില സമയങ്ങളിൽ കൊനാട്ടെ ആ ഒരു പ്രോപ്പർ ഡിഫൻഡറായിട്ട് എനിക്ക് തോന്നാറില്ല ലിവർപൂളിന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാൻഡേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാൻഡേക്ക് ഹീസ് എ വെരി സോളിഡ് ഡിഫൻഡർ. ചില സമയത്ത് ഓറ ഡിഫൻഡിങ് കാണിക്കുമെങ്കിലും ഹീസ് എ വെരി സോളിഡ് ഡിഫൻഡർ. പക്ഷേ അതേപോലത്തെ ഒരു ഫീൽ നമുക്ക് കൊനാട്ടയ്ക്ക് കിട്ടാറില്ല. സോ കൊനാട്ടിനെ ചില സമയത്ത് പ്ലേയേഴ്സ് എക്സ്പോസ് ചെയ്യാറുണ്ട്. സോ മേ ബി വി ക്യാൻ ട്രൈ ആൻഡ് എക്സ്പോസ് കൊനാട്ടെ ഇൻ ദാറ്റ് സിനാരിയോ, എസ്പെഷ്യലി സെസ്കോ ഉള്ള സമയത്ത്. സോ ഇത് മൂന്നുമാണ് ലിവർപൂളിൻ്റെ വീക്ക്നെസ് ആയിട്ട് ഞാൻ കാണുന്നത്. ഇനി നമുക്ക് കീ പ്ലേയേഴ്സിലോട്ട് പോകാം. സോ ഞാനിവിടെ പിക്ക് ചെയ്തിരിക്കുന്ന കീ പ്ലേയേഴ്സ് രണ്ട് ടീമിലും. ഫോർ ലിവർപൂൾ ഇറ്റ്സ് സാല. ഒബ്വിയസ്ലി വഴിപാട് പോലൊരു ഗോൾ എന്തായാലും ഉണ്ടാവും, അത് എക്സ്പെക്റ്റഡ് ആണ്. നമ്മളാരും അത് വരില്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല ചിന്തിച്ചിട്ട് കാര്യമില്ല. സലയുടെ ഒരു ഇയർലി വഴിപാട് ഗോൾ ഈ കളിയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ സല ഈസ് എ കീ പ്ലെയർ ഫോർ ദം. പിന്നെ ഫ്രിംപോങ് ആണ്. ഫ്രിംപോങ് ഫിറ്റ് ആണെങ്കിൽ ഫ്രിംപോങ് ഈസ് എ വെരി ഡേഞ്ചറസ് പ്ലെയർ ഫോർ അസ്. അതായത് ലിവർപൂളിൽ സാല ആൻഡ് ഫ്രിംപോങ് ആ ഒരു ഏരിയയിൽ ഭയങ്കര കഷ്ടപ്പാട് എന്തായാലും ഉണ്ടാക്കും. എസ്പെഷ്യലി ഷോക്കൊക്കെ എതിരാണെങ്കിൽ നമ്മൾ എന്തായാലും പാടുപെടും. സോ അത് രണ്ടും വലിയൊരു കീ പ്ലെയർ ആണ് ലിവർപൂളിന്. പിന്നെ സ്വാഭാവികമായിട്ടും ഗ്രാവൻബർഗും അതേപോലെ തന്നെ വാൻഡൈക്കുമാണ് അവരുടെ കീ പ്ലെയേഴ്സ്. ഇനി യുണൈറ്റഡിനെ എടുത്തു കഴിഞ്ഞാൽ യുണൈറ്റഡിൻ്റെ ഞാൻ പിക്ക് ചെയ്ത 3 പ്ലെയേഴ്സും അറ്റാക്കിലുള്ള പ്ലെയേഴ്സാണ്, കീ പ്ലെയേഴ്സ് ആയിട്ടുള്ളത്. ഒന്ന് സ്വാഭാവികമായിട്ടും മൗണ്ടാണ്. കാരണം മൗണ്ടിൻ്റെ പ്രസൻസ് തന്നെ ആ ടീമിന് വലിയൊരു കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പിക്ക് ചെയ്ത പ്ലെയർ എംബൂമോ ആണ്. കാരണം എംബൂമോ ട്രാൻസിഷൻസിലൊക്കെ നന്നായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഡിഫൻഡേഴ്സിനെ ശരിക്കും വെള്ളം കുടിപ്പിക്കാൻ പറ്റുന്ന പ്ലെയറാണ് എംബൂമോ, എസ്പെഷ്യലി വലിയ ടീംസിനെതിരെ. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ ക്യാപ്റ്റനുള്ള ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ബ്രൂണോ എങ്ങനെ മെൻറ്റാലിറ്റി കാഴ്ചവെക്കുന്നു, ബ്രൂണോ എങ്ങനെ കളിക്കുന്നു ബേസിലാണ് നമ്മുടെ ഫുൾ മിഡ്ഫീൽഡും നമ്മുടെ അറ്റാക്കും കളിക്കാൻ പോകുന്നത്. പിന്നെ ബ്രൂണോൻ്റെ ത്രൂ ബോൾസ് ആയാലും ലോങ് ബോൾ ആയാലും ഈ കളിയിൽ എഫക്റ്റീവായി വരുമെന്ന് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് നമ്മൾ കൗണ്ടർ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ.
ഇനി ഞാൻ പറയാൻ പോകുന്നത് കീ ബാറ്റിൽസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ 19th ഒക്ടോബറിൽ നടക്കുന്ന കീ ബാറ്റിൽസ് ഓൺ ദ ഗ്രൗണ്ട്. സോ അതിലും ഫസ്റ്റ് പിക്ക് ചെയ്തിട്ടുള്ള ഷോ വേഴ്സസ് സലയാണ്. നമ്മുടെ ലൂക്ക് ഷോ എങ്ങനെ സലയ്ക്കെതിരെ കളിക്കുന്ന ബേസ് ചെയ്തായിരിക്കും ലിവർപൂൾ ഗോൾ അടിക്കുന്നതും ലിവർപൂൾ ഗോൾ അടിക്കാത്തതും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സെക്കൻഡ് ഞാൻ പറയാൻ പോകുന്നത് ഉഗാർത്തി ഓർ കസമീറോ എഗെയിൻസ്റ്റ് ഫ്ലോറിയൻ വേർഡ്സ്. ഞാൻ ഓർന്ന് പറയാൻ കാരണം കസമീറോ ആയിരിക്കും മിക്കവാറും കളിക്കാൻ പോകുന്നത്, പക്ഷേ എൻ്റെ ഒപ്പീനിയനിൽ ഉഗാർത്തിയാണ് ഒന്നുകൂടി നല്ലത്. സോ ഇതിൽ ആര് കളിച്ചാലും അവരെങ്ങനെ ഫ്ലോറിയൻ വേർഡ്സിനെതിരെ കളിക്കുന്നതെന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും. ശരിയാണ്, ഫ്ലോറിയൻ വേർഡ്സ് ഇവിടെ വന്നിട്ടൊന്നും ചെയ്തിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നല്ലാതെ പ്രത്യേകം സംഭവിച്ചിട്ടില്ല. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ടൊന്ന് പ്രാർത്ഥിക്കാം. 0-9 ഉള്ളത് 0-10 ആവട്ടെ. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് അഗെയിൻ കൊനാട്ടെ വാൻഡേക്ക് വേഴ്സസ് അവർ ഓൺ സെസ്കോ. മീഡിയ ഫ്ലോപ്പാക്കാൻ നോക്കുന്ന സെസ്കോ. സോ കൊനാട്ടെ ആൻഡ് വാൻഡേക്കിനെതിരെ സെസ്കോ എങ്ങനെ ബുള്ളി ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രസൻസ്, അവൻ്റെ ആ ഒരു അത്രയും ഹൈറ്റും അത്രയും നല്ല ബൾക്കിയുള്ളൊരു ബോഡിയാണ് അവൻ്റെ, അത് എങ്ങനെ വാൻഡേക്കിനെതിരെയും കൊനാട്ടയ്ക്കെതിരെ അവൻ യൂസ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ബാക്കി എംബൂമൊക്കെ ആയാലും മൗണ്ടിനും അല്ലെങ്കിൽ കുനിയൊക്കെ ആയാലും. പിന്നെ വൺ ഓഫ് ദ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയനിൽ അടുത്തൊരു വലിയൊരു കീ ബാറ്റിൽ നടക്കാൻ പോകുന്നത് നമ്മുടെ കെർക്കസ് വേഴ്സസ് അമാദ്. ആ വിങ് ബാക്കിലുള്ളൊരു ബാറ്റിൽ അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അമാദ് ടെക്നിക്കലി ഈസ് ഗിഫ്റ്റഡ് ഫുട്ബോളറാണ്, നമുക്കറിയാം. അതേപോലെ തന്നെ ചില വിങ് ബാക്സിനൊക്കെ വെള്ളം കുടിപ്പിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. കെർക്കസ് ആണെങ്കിൽ അധികമൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ വന്നിട്ട്, പക്ഷെ എന്നാലും ഈസ് എ പ്രീമിയർ ലീഗ് പ്രൂവൺ വിങ് ബാക്കാണ്, ലെഫ്റ്റ് ബാക്കാണ്. വിങ് ബാക്കായിട്ടും കളിക്കും. പക്ഷേ ഇപ്പോൾ കെർക്കസിനെതിരെ അമാദ് കളിക്കുമ്പോൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് അമാദ് കളിക്കുന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കിക്കാണാം. പിന്നെ കെർക്കസ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ഫുട്ബോളറാണ്. സോ അമാദിനെ വേണമെങ്കിൽ അവന് പൂട്ടാൻ പറ്റും, ഇല്ലയെന്ന് പറയുന്നില്ല. സോ ഈ 3 എൻ്റെ കീ ബാറ്റിൽസ് നടക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം, ആരാണ് റെഫറി? നമ്മുടെ ഡെഫറി ആരാ? നമ്മുടെ ഡെഫറി മൈക്കിൾ ഒലിവർ ആണ് മക്കളെ. അതായത് എല്ലാ ബിഗ് ഗെയിംസിലും കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജനിച്ച, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ചങ്ങായിയാണ് മൈക്കിൾ ഒലിവർ. പിന്നെ ഈ ചങ്ങായുടെ ഓൺ ഫീൽഡ് ഡെസിഷൻസ് ഒക്കെ നമുക്ക് അറിയാലോ എത്രത്തോളം നല്ലതാണെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതിവിടെ പറയേണ്ട ഒരു സംഭവമാണ്, മൈക്കിൾ ഒലിവർ എന്തായാലും ഈ കളി കുളമാക്കുന്നത് ഉറപ്പാണ്. അത് ഏത് ടീമിന് കുളമാക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഏറ്റവും പബ്ലിസിറ്റി കിട്ടാൻ പോകുന്നത് യുണൈറ്റഡിനെ കൊളാക്കിയാലാണ്. സോ സ്വാഭാവികമായിട്ട് അതൊന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും, എത്രത്തോളം മൈക്കിൾ ഒലിവർ യുണൈറ്റഡിനെ കുളമാക്കി കൈ കൊടുക്കുന്നുള്ളത്. ഇനി നിങ്ങളുടെ സമയമാണ്. ഇനി നിങ്ങൾ കമൻസിൽ പറ, അതായത് ഈ കളിയിൽ 100% നടക്കാൻ പോകുന്നൊരു സംഭവം, അതേപോലെ തന്നെ ഈ കളിയുടെ സ്കോർ പ്രഡിക്ഷൻ എന്താണ്? യുണൈറ്റഡ് എത്ര ഗോൾ അടിക്കും? ലിവർപൂൾ എത്ര ഗോൾ അടിക്കും? അതോ ഈ കളി 0-0 സമനിലയാവും? നിങ്ങൾ പറ. നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, അത് മൈക്കിൾ ഒലിവറിനെ കുറിച്ചിട്ടാവാം, എന്തും ആവാം. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒപ്പീനിയൻസ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലോട്ട്. ആൻഡ് ദിസ് ഈസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. നിങ്ങൾക്ക് ലൈവ് വാച്ച് ലോങ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈവ് വാച്ച് ലോങ് ഉണ്ടെങ്കിൽ അവിടെ കാണാം, ഇല്ലെങ്കിൽ നമുക്ക് കളി കഴിഞ്ഞിട്ട് കാണാം. ഖുദാഫിസ്.